السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊനിലെ ആദ്യ 2 ആയത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഈ സൂറത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ സൂറത്തുൽ മാഊൻ, ആരെങ്കിലും സൂറത്തുൽ മാഊൻ പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു ഇൻ കാന മിമ്മൻ യുഅദ്ദി അസ്സകാത്ത, സകാത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് കേവലം ഖുർആൻ ഓതുക എന്നത് മാത്രമല്ല, ആ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ അഥവാ സഹജീവികളെ സഹായിക്കൽ, സകാത്ത് നൽകൽ തുടങ്ങിയവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്നാണ്. ഈ അധ്യായത്തിലെ ആദ്യ വചനം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ. അതിന്റെ അർത്ഥം, പ്രതിഫല നാളിനെ അഥവാ പരലോകത്തെ നിഷേധിക്കുന്നവനെ അങ്ങ് കണ്ടുവോ? ഇവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്തെ വിചാരണയും ശിക്ഷയും പ്രതിഫലവുമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇതൊരു ചോദ്യ രൂപത്തിൽ ചോദിച്ചത്? അധ്യായം തുടങ്ങുന്നത് ഒരു ചോദ്യ രൂപത്തിലാണ്. അതിന്റെ മറുപടി വ്യക്തമാണ്: ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുക, അതോടൊപ്പം പരലോകത്തെ നിഷേധിക്കുക എന്നത് എത്ര വലിയ അപകടമാണെന്ന് ബോധ്യപ്പെടുത്തുക. അതുകൊണ്ടാണ് ഈ ശൈലി സ്വീകരിച്ചത്. നമുക്കറിയാം, പരലോക വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ ധാർമ്മികത ഉണ്ടാവില്ല, അവന് ധാർമ്മികമായ അടിത്തറ ഉണ്ടാവില്ല. മാത്രമല്ല, അവൻ തന്റെ താല്പര്യങ്ങൾക്ക് മാത്രമായിരിക്കും മുൻഗണന കൊടുക്കുക. എന്നീ ആശയങ്ങൾ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ആദ്യമായി ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ആയത്ത് ഫസാലിക്കല്ലദീ യദ്ഉൽ യതീം. അതിന്റെ അർത്ഥം, അനാഥയെ തള്ളി അകറ്റുന്നവനാകുന്നു അവൻ. യദ്ഉ എന്ന വാക്കിന്റെ അർത്ഥം വളരെ ഗൗരവത്തോടെയാണ് നാം കാണേണ്ടത്. അനാഥയെ വെറുതെ ഒഴിവാക്കുകയല്ല, മറിച്ച് അവനെ അങ്ങേയറ്റം ക്രൂരമായും പരുഷമായും തള്ളി അകറ്റുക എന്നാണ്. എന്തുകൊണ്ടാണ് അനാഥയെ ഉദാഹരണമായി അള്ളാഹു പറയുന്നത്? നമുക്കറിയാം, അനാഥർ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരെ സംരക്ഷിക്കാനോ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ ഇത്തരത്തിലുള്ള ദുർബലരെയാണ് ആദ്യം അടിച്ചമർത്തുക. അവരോട് കരുണ കാണിക്കാത്തവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവും കൂടിയാണ്. ഈ 2 ചെറു ആയത്തുകളിലൂടെ ഊന്നി പറയുന്ന കാര്യം, വിശ്വാസം എന്നത് കേവലം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമല്ല, മറിച്ച് അത് പ്രവൃത്തിയിൽ കാണിക്കണം എന്നതാണ്. അതിന്റെ ഭാഗമായി നാം ചെയ്യേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യം, അനാഥയെ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക, അവരെ കൂടെ നിൽക്കുക. അനാഥയെ സഹായിക്കാതിരിക്കുന്നതും അവരോട് കയർക്കുന്നതും സത്യനിഷേധത്തിന്റെ അടയാളമായിട്ട് അള്ളാഹു എണ്ണിയത് അതുകൊണ്ടാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടാകണം. അനാഥരോടും അഗതികളോടും നന്മയിൽ വർത്തിക്കാനാണ് ഈ സൂറത്ത് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന്റെ ലക്ഷണമായി അവൻ എണ്ണിയത് നിസ്കരിക്കാത്തതിനെയോ നോമ്പ് നോൽക്കാത്തതിനെയോ അല്ല, മറിച്ച് സഹജീവികളോടുള്ള ക്രൂരതയെക്കുറിച്ചും കാരുണ്യമില്ലായ്മയെക്കുറിച്ചുമാണ്. പരലോകത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ള ഒരു വിശ്വാസി ഒരിക്കലും ഒരു അനാഥയോട് കടുപ്പത്തിൽ പെരുമാറില്ല. കാരണം അവൻ ചെയ്യുന്ന ഓരോ ചെറിയ അനീതിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഭയം അവനെ പിടികൂടും. നമ്മുടെ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ.
നമ്മുടെ ഹൃദയത്തിൽ പാവങ്ങളോടും ദുർബലരോടും കരുണയുണ്ടാകട്ടെ. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സമൂഹത്തിലെ വിശക്കുന്നവരുടെ സങ്കടം മാറ്റാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.